നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് നോക്കുന്നത്. ചിലർ അവരുടെ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ച് പുറത്ത് പറയാതെ ഇരിക്കുന്ന ആളുകളാണ്. മെജോറിറ്റി ആളുകളും വളരെ കുറച്ച് പേര് മാത്രമേ ആഗ്രഹങ്ങൾ പുറത്ത് പറയാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി നമ്മൾ ആദ്യം നോക്കും. പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അടുത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നാലാമത്തെ ചോദ്യം നിങ്ങളിൽ നിന്ന് അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അഞ്ചാമത്തത് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1, 2, 3 നമുക്ക് റീഡിങ്ങിലേക്ക് പോയാൽ ഇത് ഒന്നാമത്തെ കാർഡാണ്. 2, 3 നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്നാമത്തെ കാർഡിൻ്റെ ഓവറോൾ എനർജി നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമുക്ക് വേണ്ടത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ക്രിസ്മസ് അടുത്തു അല്ലേ? ഈ വർഷം അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും വളരെയധികം നല്ലതായിരിക്കും എന്ന ശുഭപ്രതീക്ഷ നമുക്ക് വയ്ക്കാം. അതിനുവേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഇതുവരെയുള്ള കഷ്ടപ്പാടെല്ലാം മാറി നല്ല സമയം നമുക്ക് വരട്ടെ അല്ലേ എല്ലാവർക്കും. ഭഗവാനെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനനുസരിച്ചിട്ടുള്ള ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. കാർഡ് മാറുന്നില്ല. ഒരു കാർഡ് എവിടെയോ മറിഞ്ഞിട്ടുണ്ട്. ഈ കാർഡ് ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണണം. എപ്പോഴും പ്രശ്നങ്ങളിൽ എന്താണ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള കുറച്ച് പേരുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ് ആണ്. ഇതൊരു പുതിയ ലവ് അഫെയർ ആണ്. എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. സ്നേഹം ഇങ്ങനെ എന്താ പറയുക, ഈ നമ്മൾക്ക് ഒരാളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, തുറന്ന് പറയാനുള്ള ഒരു ധൈര്യക്കുറവ്, അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു സിറ്റുവേഷനാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ. അതാണ് പുതിയ സ്നേഹം, വളരെ പരിശുദ്ധമായ സ്നേഹം. അപ്പോൾ യൂണിവേഴ്സ് കുറേ നാൾ സ്നേഹമൊന്നും ഇല്ലാതിരുന്നിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു സ്നേഹമാണിത് എന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇത് ആരും രണ്ട് മനുഷ്യരല്ല. അതിനകത്ത് ഒരു യൂണിവേഴ്സിൽ നിന്ന് ഒരു കൈ വന്നിട്ട് അതിനകത്തൊരു ചഷകത്തിനുള്ളിൽ കൂടെ അത് പ്രാവുണ്ട് ഇവിടെ. പീസ്ഫുള്ളായ ഒരു സ്നേഹ സമ്മാനം ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒരു ചോയ്സ്. ഓക്കെ, അപ്പോൾ 8 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെൻഷനുള്ള, ചിലപ്പോൾ നമുക്ക് പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം പ്രശ്നമുള്ളതായിരുന്നു എന്ന് വിചാരിക്കും. നമ്മൾ ചതിച്ചവർ, നമ്മൾ ഉപേക്ഷിച്ച് പോയവർ, അങ്ങനെയുള്ള നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഒരു സ്നേഹബന്ധം നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കത് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടല്ലേ. ഇത് സത്യമാണോ, ഇത് വെറുതെ ആളെ പറ്റിക്കുന്നതാണോ എന്നൊക്കെ നമുക്കൊരു മനസ്സിനൊരു സംശയം ഉണ്ടാവും. അതൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെടുക്കണോ വേണ്ടയോ എന്നൊരു സിറ്റുവേഷനും കൂടി ഉണ്ട്.
അപ്പോൾ ഇപ്പോൾ ഒരു തുടക്കത്തിലായിരിക്കാം. അപ്പോൾ ഒരു സംശയത്തോടെ റിലേഷൻഷിപ്പിനെ വീക്ഷിക്കുന്ന ഒരാൾ, അങ്ങനെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇത് എടുക്കണോ വേണ്ടയോ, ഇതെടുത്താൽ പണിയാവുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ സ്നേഹമില്ല കിട്ടാതിരുന്ന ഒരു പുതിയ ലവ് അഫെയർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം. ടാരോ കാർഡ് റീഡിംഗ് നോക്കാം. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതിന് ഈ ഒരു ഇൻഫർമേഷന് അനുസരിച്ചിട്ടുള്ള ഒരു കാർഡാണ്, ഓറക്കൽ മെസ്സേജാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളിൽ പെട്ടുകിടക്കാതെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് നമ്മൾ വിശ്വസിക്കുക, നമ്മളത് അംഗീകരിക്കുക. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട് കഴിയുമ്പോഴത്തേക്ക് പോയി കുറേ പേരൊക്കെ പറ്റിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു പുതിയത് നല്ലത് വന്നാലോ, പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളിൽ തന്നെ ഒരു വിശ്വാസമില്ല, എന്നെപ്പോലത്തെ ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് ഇത്രയും നല്ലൊരു സ്നേഹബന്ധം വരുമോ എന്നൊക്കെ നമുക്കൊരു ഉള്ളിലൊരു ചിന്ത ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യം എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? അതാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം തരാൻ അവർ റെഡിയാണ്. നിങ്ങളെ ധൃതി പിടിച്ചൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും സമയം നിങ്ങൾ എടുത്തോളൂ എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? ശരിക്കും മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് കയറിയാൽ മതി എന്നാണ് അവരും പറയുന്നത്. കുഴപ്പമില്ല. ഈ പേഴ്സൺ നിങ്ങളെ ഒരു ഉഴപ്പായിട്ടല്ല കാണുന്ന, വളരെ നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മനസ്സിലായോ? ഇത് ഒരു ഉഴപ്പായ ഒരാളല്ല, ഉഴപ്പായ ഒരു സ്നേഹം, വെറുതെ ഒരു ശാരീരിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതോ വെറുതെ ഒരു തമാശയ്ക്കുള്ളതല്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ അറിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്നില്ലായിരിക്കാം, നിങ്ങൾ സീക്രട്ട് വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും നിങ്ങളങ്ങനെ ആരോടും പറയാത്തൊരു എനർജി ആയിരിക്കും. നിങ്ങളുടെ വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഈ പേഴ്സൺ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിവാഹം, പക്ഷെ ഇവിടെ നിങ്ങൾ ഓൾറെഡി വിവാഹം കഴിച്ച ആളാണ്, അപ്പോൾ ഹാപ്പി അല്ല എന്നൊരിതുണ്ട്. അപ്പോൾ വിവാഹ ജീവിതം ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ട, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ അതാണ്. നിങ്ങൾ ആരോടും ഒന്നും തുറന്ന് പറയാതെ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ ശരിക്കുള്ള കാര്യങ്ങളെല്ലാം അറിയാം, നിങ്ങളുടെ മാനസികാവസ്ഥ അറിയാം. ഒന്നിലേക്ക് നിങ്ങളെ അങ്ങോട്ട് പുഷ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, പയ്യെ മതി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതാണ് ഈ പേഴ്സൻ്റെ മനസ്സിലെ ചിന്ത. ക്യാൻസർ, 2 ക്യാൻസർ സോഡിയക് സൈൻ വെർഗോ പൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കി അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ പേഴ്സൻ്റെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒന്നും നടക്കുന്നില്ല, ഇവിടെ റെസ്റ്റിലാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് കംഫർട്ടബിൾ ആണ്, പക്ഷേ എന്നാലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഇത് ശരിക്കുള്ള നല്ല ഉദ്ദേശത്തോടെയാണ് ഈ പേഴ്സൺ വന്നത്. ഈ പേഴ്സണോട് നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് മാനസികമായ പേഴ്സണോട് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും മനസ്സങ്ങ് തുറക്കാനും സ്നേഹം തിരിച്ചു കൊടുക്കാനും പേടിയാണ്. കാരണം ഇതും വെറുതെ അവിടെ എത്താണ്ട് പോകുമെന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് ഒഴിവാക്കുക, ഒരാൾ മറ്റേയാളെ ഫോഴ്സ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ രണ്ടുപേരും ഒരു ചിന്തയിലാണ്. ഇപ്പോൾ ആക്ഷൻ ഒന്നും നടക്കുന്നില്ല. എന്നുവെച്ചാൽ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല റിലേഷൻഷിപ്പ് തുടങ്ങണോ വേണ്ടയോ എന്ന്. റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾ തമ്മിൽ, പക്ഷേ അതൊരു വേറൊരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. മനസ്സിലായോ?
അപ്പോൾ വഴക്കുകളില്ല നിങ്ങൾ തമ്മിൽ. വഴക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളോട് ഇപ്പോൾ ഫോഴ്സ് ചെയ്ത് ഈ പേഴ്സൺ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും. നിങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ അറിയുന്നതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ വഴക്കിലേക്ക് പോകുന്ന റിലേഷൻഷിപ്പ് എവിടെ എത്താതെ ആവുമെന്ന് ഈ പേഴ്സൺ അറിയുന്നുണ്ട്. ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. നിങ്ങളതുപോലെ തന്നെ. അപ്പോൾ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല പേഴ്സൺ കേട്ടോ. നിങ്ങൾ സിംഗിൾ അല്ല എന്ന് ഈ പേഴ്സൺ അറിയാം. അതാണ് രസം. ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പേഴ്സണ് ഈ തൽക്കാലത്തേക്ക് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുള്ളൂ. ഫ്യൂച്ചറിൽ എന്താണ് വരിക എന്ന് വെച്ചാൽ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ, ശ്വാസം മുട്ടിക്കാതെ പതുക്കെ ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വഴക്ക് ഒഴിവാക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷേ റിലേഷൻഷിപ്പും അങ്ങോട്ടും മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല നിങ്ങൾ. അതാണ് സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയാണ്. നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തരാൻ റെഡിയാണ്. എല്ലാം റെഡിയാണ്. നിങ്ങളോടൊരു ഫ്രണ്ടിനെ പോലെ, എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ പോലെ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് എന്താണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഹാപ്പിനെസ് ആണ് ഈ പേഴ്സണ് വേണ്ടത്. ഈ പേഴ്സൺ ഒരു ഹാപ്പിനെസ് വേണം. നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. അതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒരു കൺട്രോൾ വിട്ട് പോകരുത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ എന്നുവെച്ചാൽ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ ഈ പേഴ്സണെ തെറ്റിദ്ധരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അകന്നു പോകും. അത് പാടില്ല. നിങ്ങളെ കൊണ്ട് ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹാപ്പിനെസ് ആണ് ഈ പേഴ്സണ് കൊടുക്കുന്നത്. അതിൽ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോകരുതെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയില്ലെങ്കിലും പയ്യെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ അറിയാം ഈ പേഴ്സൺ. കാരണം നിങ്ങൾ പാസ്റ്റിലെ സങ്കടങ്ങളും എല്ലാം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ പേഴ്സണോട് അട്രാക്റ്റഡ് ആണ് എന്ന് ഈ പേഴ്സൺ അറിയാം. അത് ചിലപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ ഒരു സഹതാപം ഉണ്ടെന്ന് വിചാരിച്ച് ആ സഹതാപം കൊണ്ടാണ് നിങ്ങളോടുള്ള സഹതാപം, അതുപോലെ ആരെങ്കിലും പറയുന്നത് കേൾക്കാനും പ്രശ്നങ്ങൾ പറയാനൊരു ചെവി, അല്ലെങ്കിൽ കരയാനൊരു തോള്, അങ്ങനെയായിരിക്കാം നിങ്ങൾ ഈ പേഴ്സണെ കണക്കാക്കുന്നത് അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ ഈ പേഴ്സൺ അതറിയാം. അത് കുഴപ്പമില്ല, പയ്യെ പോയാലും മതി, ധൃതിയില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകരുത്. റിലേഷൻഷിപ്പ് ഒരു ബ്രേക്ക് വരാൻ പാടില്ല എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ്. കാരണം ഈ പേഴ്സൺ ഒരു പേടിയുണ്ട്. ഈ പേഴ്സണൽ ലൈഫിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കിലേക്ക് പോകരുതെന്നൊരാഗ്രഹമുണ്ട്. കാരണം വേദന തന്ന് മതിയായ രണ്ടുപേരാണ് അവർ, നിങ്ങൾ രണ്ടുപേരും. മറ്റേ ആൾ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് ട്രൈ ചെയ്യാൻ, ഒരു സ്നേഹബന്ധം തുടങ്ങാൻ ധൈര്യമുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ആ ധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു പ്രത്യാശ, മുമ്പോട്ട് ജീവിക്കാനുള്ളൊരു പ്രത്യാശ, അതുപോലെ ഒരു സപ്പോർട്ട്, അങ്ങനത്തെ ഒരു കാര്യം തരാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണലുമായിട്ടുള്ള ഒരു ബന്ധം ബ്രേക്ക് ചെയ്യരുത് എന്ന ഒരു ആഗ്രഹമാണ് ഈ പേഴ്സൺ ഉള്ളത് കേട്ടോ. അപ്പോൾ തുല്യ ദുഃഖിതരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളെ പോലത്തെ ഒരാളെ ആയിരിക്കാം ഈ പേഴ്സൺ ആഗ്രഹിച്ചത് ജീവിത പങ്കാളിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് വലിയൊരു ആഘാതമാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ പതുക്കെ റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകുന്നത്, നിങ്ങളെ ഫോഴ്സ് ചെയ്യാത്തത്. നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിക്കരുത് തന്നെയാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? നിങ്ങളൊരു ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കാൻ തുടങ്ങുക. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾക്ക് അതിന് അർഹതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ജീവിതം
വ്യത്യാസം വരും. പ്രശ്നങ്ങളെല്ലാം പതുക്കെ 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 കാർമേഘങ്ങൾ മാറുന്നത് പോലെ മാറിത്തുടങ്ങും കേട്ടോ. അത് നിങ്ങളും കൂടെ വിചാരിക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ഡിലേ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ഡിസിഷൻ എടുക്കാനും നിങ്ങളുടെ ഈ പേടി മാറാനും നിങ്ങളെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് വരാനും ഒക്കെ കുറേ സമയം എടുക്കും. അത് കുഴപ്പമില്ല, ആ സമയം നിങ്ങൾ എടുത്തോളൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിതെന്നാണ് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ പേടിച്ച് നിൽക്കുകയാണ്. ഇത് നിങ്ങൾ ഡിവൈൻ കപ്പിളാണെന്ന് പറയുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ഉള്ള പോലെ ക്വീൻ ഓഫ് സ്വേർഡ്സും കിങ് ഓഫ് സ്വേർഡ്സും ആണിത്. രണ്ടുപേരും വളരെയധികം ദുഃഖം അനുഭവിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് അതിനപ്പം ഇതുവരെ നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പം എങ്ങനെയാണ്, കാരണം നമ്മളെ അനുഭവം നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സമയം എടുത്തോളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ പ്രാരാബ്ധങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പതുക്കെ 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 പോകുള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷേ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, നമ്മൾ സംശയത്തോട് നോക്കുമ്പോൾ എല്ലാം തെറ്റായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ കുറേശ്ശെ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക, അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് കൂടുതൽ സംസാരിക്കുന്ന, കൂടുതൽ പഴകാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ നമ്മൾ മുതലെടുക്കുന്ന ആളുകളാണെന്ന് നമുക്ക് തോന്നും, അനുഭവങ്ങൾ കൊണ്ടാണ്. പക്ഷെ അതിലും വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. ഇവിടെ സോഡിയാക് സൈൻ അത്ര അക്വേറിയസ് ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഇവിടെ ലിയോയും ക്യാൻസറും ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞതാണ്, കൂടെ നോക്കാം. ക്യാൻസർ, വെർഗോ, പൈസീസ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. നമ്മൾ ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. തേർഡ് ഐ ചക്ര ആണ് വന്നിരിക്കുന്നത്. കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. തേർഡ് ഐ ചക്ര ടു എസ്റ്റാബ്ലിഷ് എ പ്രൊഫൗണ്ട് കണക്ഷൻ വിത്ത് ഗോഡ് ആൻഡ് റിസീവ് ഹിസ് ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ ഈ തേർഡ് ഐ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാന് നെറ്റിയിൽ ഒരു കണ്ണും കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അത് തുറക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുക, തീ പിടിക്കുക ലോകത്തിന് എന്നൊക്കെയാണ് പറയുന്നത് മിത്തോളജി. അപ്പോൾ എന്തായാലും ശിവഭഗവാൻ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ജ്ഞാനക്കണ്ണെന്നാണ് പറയുന്നത്, നെറ്റിയുടെ നടുക്കുള്ളത്. അത് തുറക്കുമ്പോഴാണ് നമുക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ വരുന്നത്, യൂണിവേഴ്സായിട്ടുള്ള കണക്ഷൻ വരുന്നത്. തെറ്റും ശരിയും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീക്ഷണം പോലെ ഇരിക്കും. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നു, മറ്റുള്ളവർക്ക് തെറ്റായിട്ട് വരാം. പക്ഷേ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ അത് തെറ്റാണെങ്കിൽ, അല്ലേ, അത് ശരിയായ കാര്യം എന്താണെന്നും നമുക്ക് മനസ്സിലാകാനുള്ള ആ ഒരു ജ്ഞാനം അത് തൃക്കണ്ണിലാണ് വരുന്നത്, ജ്ഞാനക്കണ്ണിലാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ക്ലെൻസ് ചെയ്യണം, അത് ബ്ലോക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിൽ കൂടെയാണ് നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡിവൈൻ ഗൈഡൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാർഡ് വന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി?
ഇതൊരു ട്രാപ്പ് ചെയ്യുന്ന പോലെയാണ്. ഒരു സ്ത്രീയെ ഇങ്ങനെ കൈ ചുറ്റിക്കെട്ടി കണ്ണൊക്കെ കെട്ടിയിട്ട് ഒരു വാളിൻ്റെ ഒരു വേലിയുടെ അകത്ത് നിൽക്കുന്നതായിട്ടാണിത്. ഇത് നമ്മളുടെ മനസ്സിലുള്ള ബ്ലോക്കുകളും ആകാം. മനസ്സിലായി? നമ്മളുടെ ചിന്തകളെ നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത് അത് വർഷങ്ങളായിട്ട് അതേപോലെ തന്നെ ചിന്തിക്കുന്ന ആൾ മാറ്റി ചിന്തിക്കാൻ ധൈര്യമില്ലാത്ത എനർജി ആവാം. അല്ലെങ്കിൽ ഒരാളെ മറ്റേയാളെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുമായിരിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മളുടെ മനസ്സിൽ തോന്നലാണ്, നമ്മളെ മറ്റേയാളെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണ്, നമുക്ക് ഇവിടെ നിന്നൊരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നത് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അക്വേറിയസ് ലിബ്ര ജെമിനിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യും എന്തുകൊണ്ടാണ് ഈ കാർഡ് ഇവിടെ വന്നേക്കുന്നത്. രണ്ട് കാർഡ് അങ്ങനെ വന്നു ചാടി. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നിങ്ങളുടെ നമ്മൾ സ്വയം ഇപ്പോൾ എന്താ പറയുക, പ്രായമായി നമ്മളൊരു 10-30 വയസ്സ് കഴിയുമ്പോൾ അയ്യോ പ്രായമായി, ഇനി പഴയ പിള്ളേരെ പോലെ ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ അങ്ങനെയുള്ള ബ്ലോക്കേജസ് ഉണ്ടാക്കി വെക്കുകയാണ്. മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പോകാൻ പറ്റില്ല. അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം കുഴിച്ചു മൂടിയിട്ട് മറ്റേ ആളുടെ ഇഷ്ടത്തിന് വേണ്ടി, കാരണം എന്നാലേ ആ പേഴ്സണൽ റെസ്പെക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മഴ നനഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആൾക്കാരെന്ത് വിചാരിക്കും? ഇത്രയും പ്രായമായിട്ട് മഴയത്ത് ഇറങ്ങി നടക്കുമ്പോൾ മഴ നനയുമ്പോൾ ഈ വട്ടാണോ എന്ന് വിചാരിക്കുമോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു 35 വയസ്സുണ്ട്, കുറച്ച് ശരീരമുള്ള ആളാണെങ്കിൽ, ആണായാലും പെണ്ണായാലും, ചില ഡ്രസ്സുകൾ ചേരില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആ പേഴ്സൻ്റെ റെസ്പെക്റ്റും സ്നേഹവും നിങ്ങൾക്ക് വേണം. ആ പേഴ്സണെ നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. കാരണം ആ പേഴ്സൺ നമ്മളെ ഉപേക്ഷിച്ച് പോകുമോ, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നൊരു ചിന്ത കൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടുന്നത് അതും ഒരു തരം ട്രാപ്പാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് അതും പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ്. അതാണ് രസം. ആ പേഴ്സൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ സത്യത്തിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സത്യം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിബ്ര, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണ് നിങ്ങളോട് ഈ പേഴ്സണ് ഇപ്പം എന്താണ് ഫീലിങ്സ് ഇതൊന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. 3 കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് പറയുന്നത് ഇവിടെ. ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ഇത് പറയുന്നില്ല. പക്ഷെ പേഴ്സൻ്റെ മനസ്സിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു യോജിപ്പില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു ടൈപ്പ്, നിങ്ങളുടെ വീക്ഷണങ്ങൾ ഒരു ടൈപ്പാണ്, ഈ പേഴ്സൻ്റെ വീക്ഷണങ്ങൾ ഒരു ടൈപ്പാണ്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണോട് പറയാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഈ പേഴ്സണ് ഇഷ്ടമാണെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതല്ല ഈ പേഴ്സൺ ഇഷ്ടം എന്നാണ് ഈ പേഴ്സൻ്റെ പെരുമാറ്റത്തിൽ ഫീലിങ്സിൽ നമ്മൾ കാണുന്നത്. ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ആഗ്രഹത്തിനോട് പെരുമാറുമ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ? അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാനോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അഭിപ്രായങ്ങളില്ലാത്തവരെ നമുക്ക് പൊതുവെ പേടിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആരുടെ കൂടെ വേണമെങ്കിൽ നിൽക്കുമവർ. കാരണം അവരുടെ സുരക്ഷയാണ്. നിങ്ങളുടെ സുരക്ഷ, നിങ്ങൾ മറ്റേയാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷയാണ് നോക്കുന്നത്. ഇവിടെ പ്രശ്നം ഉണ്ടാവരുത്, എനിക്ക് പ്രശ്നം ഉണ്ടാവരുത്, ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവരുത്, അതിനാണ് നിങ്ങൾ എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ശരിയല്ല. നിങ്ങൾ എന്താണ് നിങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും ഹോട്ടലിൽ പോയി എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ചേട്ടന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ ഓർഡർ ചെയ്തു, ഞാൻ കഴിച്ചോളാം എന്ന് പറയും. എന്നാലും ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ പറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും
ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ തുറന്ന് പറയില്ല. അതാണ് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞത്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, ഒരു മനപ്പൊരുത്തം ഇല്ലായ്മയുണ്ട് ഇവിടെ എന്ന് പേഴ്സൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്നൊരു ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണുണ്ട്. അത് ചിലപ്പോൾ പേഴ്സണ് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമില്ലാത്തതെന്ന് ഈ പേഴ്സൺ ഉൾപ്പെടുത്തില്ല, നിങ്ങൾ പറയില്ല. ഈ പേഴ്സൺ നിങ്ങൾ പറയണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ പേഴ്സണ് വിശ്വാസമില്ല. മനസ്സിലായി? വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കുറവാണ്. ശരിയാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാത്ത നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം, എനിക്ക് ബിരിയാണി വേണം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറയും ഓക്കെ കഴിച്ചോളൂ, ഓർഡർ ചെയ്തോ, നിനക്ക് വേണ്ടത് നിനക്ക് നീ ഓർഡർ ചെയ്തോ. അതാണ് മറ്റുള്ള എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് പേരെ അവർ കഴിക്കുന്ന സാധനം നിങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്. എന്നിട്ട് ആ പേഴ്സൺ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതാണ് ഇവിടെ പ്രശ്നം. മനസ്സിലായോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നമല്ല ഇത്, നിങ്ങളായിട്ട് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് റിലേഷൻഷിപ്പിൽ കാണുന്നത്. നിങ്ങളപ്പോൾ ഒരിക്കൽ തമ്മിൽ ഭയങ്കര അധികമായിട്ട് സ്നേഹിച്ചിരുന്ന ആളുകളായിരിക്കാം. പക്ഷേ ആദ്യമൊക്കെ ഈ പേഴ്സണ് നിങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നെങ്കിലും ഇപ്പം അതൊരു ഇഷ്ടക്കേടായിട്ട് മാറുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, സെൽഫ് റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. മനസ്സിലാവും? അത് പണിയാവും നിങ്ങൾക്ക്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണ് സറണ്ടർ ചെയ്യുന്ന പോലെയാണ് ഈ പേഴ്സൺ തോന്നുന്നത്. അത് പേഴ്സണ് ഇഷ്ടമല്ല. പേഴ്സണ് കുറച്ച് ചാലഞ്ച് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാപ്പിനെസ് ഇല്ല, നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, നിങ്ങൾ ഭയങ്കര അൺഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് പേഴ്സൺ മനസ്സിലാക്കുന്നത്. മനസ്സിലാവണ്ട? പുറമെ ചിരിച്ച് കാണിച്ച് ഉള്ളിൽ വേറെ ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്ന ഒരു എനർജിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇത് മാരേജാണ്. അപ്പോൾ മാരേജ് ആകുമ്പോൾ ഇതിൽ കുറേ കൂടെ വർക്ക് ചെയ്യാനുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഇനിയും നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യാനുണ്ടെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഇൻഡിവിജ്വാലിറ്റി ഉള്ള, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള, സ്ത്രീ ആയാലും പുരുഷനുമായാലും അഭിപ്രായമുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ പാർട്ട്ണറും അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പാർട്ട്ണറും അതുപോലെ തന്നെ ആയിരിക്കണം. അത്രയും ഫ്രീഡം തരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളായിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ലിയോ ഉണ്ട്, സ്ട്രോങ് ആയിട്ട് ലിയോ, ടോറസ്, ലീബ്ര ഇത്രയാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതന്നെ ഡിസ്ഹാർമണിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിസ്ഹാർമണിയാണല്ലോ. പക്ഷെ റിലേഷൻഷിപ്പ് നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടില്ല. നിങ്ങളെപ്പോഴും ഈ ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടാണ്, നിങ്ങളിത് മനസ്സിൽ നിങ്ങളുടെ തോന്നലാണ്, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് എന്താ പറയുക, ഓർഡർ ചെയ്തിട്ടില്ല ഇങ്ങനെ ജീവിക്കണം, ഇതിടണം, ഇത് കഴിക്കണം, ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ച് വെക്കുകയാണ് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ പേഴ്സൺ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ആ പേഴ്സണിൻ്റെ കാര്യങ്ങൾക്ക് വഴങ്ങി ആ പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, നിങ്ങളെപ്പോഴും ഇവിടെ നെഗറ്റീവ് ടോക്ക് വരുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. അത് ആ പേഴ്സൻ്റെ ഫ്രസ്ട്രേഷനാണ്. കാരണം നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഹാപ്പി അല്ലെന്ന ബോധം. കാരണം ഈ പേഴ്സൺ ഭയങ്കര ഇൻറ്റ്യൂട്ടീവാണ്. ഈ പേഴ്സൺ അറിയാം നിങ്ങൾ ഹാപ്പി അല്ലാന്ന്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് അറിയാം, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നമ്മളുടെ ഉള്ളിൽ സന്തോഷമുള്ളപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം, അത് പുറത്ത് വരും. അതേസമയം നമ്മൾ ഫേക്കായിട്ട് സന്തോഷം അഭിനയിക്കുമ്പോൾ അതും മറ്റുള്ളവർക്ക് മനസ്സിലാവും, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഭയങ്കര കഷ്ടപ്പാടിൽ കൂടെയാണ് പോകുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ്, പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പേഴ്സൺ ഫ്രസ്ട്രേറ്റഡ് ആണ് മൊത്തത്തിൽ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രശ്നം നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഒരു ആളാണ്. ഫേക്ക് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ഒരാളാണ്. മനസ്സിലായി? സന്തോഷം അഭിനയിക്കുന്ന, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അതാണ് എനിക്ക് ഇഷ്ടമെന്ന് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾ. അവിടെയാണ് പ്രശ്നം വരുന്നത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നോക്കാം മുമ്പോട്ട് പോകുമ്പോൾ. റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനൊന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, രണ്ടുപേരും ഹാർട്ട് ബ്രോക്കൺ ആണ്. ഒരാൾക്കത് മനസ്സിലാവുന്നുണ്ട്, മറ്റേ ആൾക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ പെരുമാറ്റം കൊണ്ട് ഭയങ്കര ഹാപ്പി ആണെന്നാണ്. സത്യത്തിൽ ആ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും
നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളോട് വഴക്കടിക്കുന്നത്, നിങ്ങളെ ചൊടിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഈ പേഴ്സണെ എതിർത്ത് സംസാരിക്കും. നിങ്ങളുടെ സത്യമായ കാര്യങ്ങൾ പുറത്ത് വരും, നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്ത് വരുന്ന പ്രതീക്ഷയിലാണ് ഈ പേഴ്സൺ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്നിട്ടും ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ടൊരു ചവിട്ടുമെത്ത പോലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് ഈ പേഴ്സൺ ഒട്ടും ഇഷ്ടമാവുന്നില്ല. കാരണം നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെയാണ് ഈ പേഴ്സണ് തോന്നുന്നത്. എന്ന് വെച്ച് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാക്സിമം പേഴ്സൺ പിടിച്ചു നിൽക്കുകയാണ് ഇവിടെ കേട്ടോ. ഒട്ടും ഹാപ്പി അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ഇവിടെ സ്കോർപിയോ ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻസറും ഉണ്ട്. ഇനി എന്താണ് ശരിക്കും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൺ ശരിക്കും നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു ചോയ്സ് എടുക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. ഒരു സാരി എടുക്കണം, അല്ലെങ്കിൽ ഒരു ഷർട്ട് എടുക്കണം, ഒരു പാൻറ് എടുക്കണം, ഒരു പേഴ്സ് എടുക്കണം, ഒരു ഭക്ഷണം കഴിക്കണം, ഒന്നിനും നിങ്ങൾക്ക് അഭിപ്രായമില്ല. അതാണ് നിങ്ങൾ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു എന്തിനെങ്കിലും ഒരു അഭിപ്രായം പറയും എന്നാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. വിവാഹം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് വന്നത്? ഇതാണ് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുക. ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ്, ആണുങ്ങളാണെങ്കിൽ അവരോട് ഫ്രണ്ട്സ്, അവരുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ എങ്ങനെയാണ് വിവാഹശേഷം എങ്ങനെ ജീവിക്കണമെന്നും ആണുങ്ങളോട് പറയാറില്ലെന്ന് എൻ്റെ ഒരു ചിന്ത. എന്നുവെച്ചാൽ എനിക്കറിയില്ല, ഞാൻ പഴയ കാലത്തെ ഒരാളാണ്. ഈ പുതിയ പിള്ളേരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. സ്ത്രീകളോട് പൊതുവേ വിവാഹത്തിന് മുമ്പ് അമ്മ വന്ന് പറയും, അമ്മായി വന്ന് പറയും, അല്ലെങ്കിൽ ആൻറ്റി ആരൊക്കെയാണെന്ന് വെച്ചാൽ വന്ന് പറയും. വേണമെങ്കിൽ അയലത്തിൽ അമ്മാമ്മയും കൂടെ വന്ന് പറയും, മക്കളെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറണം, അങ്ങനെ പെരുമാറണം എന്നൊക്കെ പെണ്ണുങ്ങളോട് പറയും. ആണുങ്ങളോട് പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പേഴ്സൺ നിങ്ങൾ ഒരു അഭിപ്രായം എന്തിനെങ്കിലും കുറിച്ച് പറയും എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾ പണ്ട് അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു തമാശയും പറയുന്നില്ല. നിങ്ങൾ പണ്ട് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. നിങ്ങൾ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് നിങ്ങൾ. പക്ഷേ ഇപ്പം നിങ്ങൾ ഭയങ്കര സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരു എയിം വേണം. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊരു തീരുമാനം ഉണ്ടാവും. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന പോലെ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നതെന്ന് ഞാൻ ആദ്യം തുടങ്ങി ഇപ്പോഴേ പറയുന്നുണ്ടല്ലോ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സ്നേഹമില്ല എന്നല്ല, നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷേ അത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതൊരു തലവേദനയായിട്ട് ഈ പേഴ്സൺ മാറുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഒരു സ്ട്രോങ്, അതുപോലെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. ഈ പേഴ്സൺ ഇല്ലാതെ, ഈ പേഴ്സണോട് ചോദിക്കാതെ ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ പേഴ്സൺ അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ സ്നേഹം കാണിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രകടനമാണ്, ഒരു അഭിനയം പോലെയാണ് പേഴ്സൺ തോന്നുന്നത്. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ടുള്ള, നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആവണം, തന്നെത്താനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് വരണം. സ്നേഹം നിങ്ങൾ ഇങ്ങനെയല്ല, ഒരു പ്രാരാബ്ധം, മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്നേഹം ഒരു പ്രാരാബ്ധമായിട്ട് മാറരുത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ചില സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്യും പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പം ചില സമയത്ത് ഈ പേഴ്സൺ ലേറ്റ് ആയാൽ പോലും, വിശന്ന് കണ്ണ് കണ്ടുകൂടാമെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ വരും. കാരണം നിങ്ങൾ വിശന്നിരിക്കുകയാണെന്നുള്ളത്. അത് ഈ പേഴ്സണ് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ഈ പേഴ്സണ് ടെൻഷനില്ല. പേഴ്സൺ കിട്ടുന്ന ഭക്ഷണവും കഴിച്ചിട്ട് സമാധാനത്തോടെ പയ്യെ വരും. പക്ഷെ ഇത് നിങ്ങൾ അനുവദിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ നെഗറ്റീവ് സൈഡ്. അപ്പോൾ പേഴ്സൺ വിചാരിക്കുന്ന നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് സഫിഷ്യൻ്റ് ആവണം, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രാപ്തി നേടണം. സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നാണ്. നിങ്ങളെയും കൂടെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നതാണെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ അതും ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ വെർഗോ കാണിക്കുന്നുണ്ട്. വെർഗോ ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെ അല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ പേഴ്സൺ നിങ്ങൾക്കറിയില്ല, എൻ്റെ പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞൂടാ. റീഡിങ്ങിൽ ഇങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ ഡെവളാണ്, ഡെവൾ റിവേഴ്സാണ് കാണിക്കുന്നത്. അതുപോലെ പേജ് ഓഫ് സ്വേർഡ്സ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒളിച്ചു നിന്ന് ഈ പേഴ്സണെ എന്താ പറയുക, സ്പൈ ചെയ്യുകയും
ഒളിച്ചു നിന്ന് ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുകയും സ്നേഹം എന്ന പേരിൽ ഒരു ചങ്ങല കെട്ടി ഈ പേഴ്സണെ പൂട്ടാനാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്നാണ് ഈ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള കുൽസിത പ്രവർത്തികൾ ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇത് സ്ട്രെസ്സിലേക്ക് പോകും. മനസ്സിലായോ? ഓവറായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അത് വേണ്ട. ചിലപ്പോൾ ഇതൊരു ഡിവോഴ്സിലേക്ക് വരെ, കാരണം ഈ പേഴ്സണൽ മനസ്സും സമനില തെറ്റും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ. കാരണം ഭയങ്കര സ്ട്രെസ്സിലേക്കാണ് പോകുന്നത്. ചില ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാരുടെ സ്ട്രെസ്സിന് ഉത്തരവാദികൾ അവരുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരാണ്. ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് തരാൻ ഇവർക്ക് പറ്റും. അത് അവർക്ക് മനസ്സിലാവുമില്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഭർത്താവ് BP അടിച്ചു കയറും, അതുപോലെ ഭാര്യയുടെ BP അടിച്ചു കയറും. മനസ്സിലാവണം? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ഡിവോഴ്സ് വരെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ലീബ്ര, കാപ്രിക്കോൺ, വെർഗോ, സ്കോർപിയോ, ക്യാൻസർ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. നമ്മളിനി മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ജ്ഞാനക്കണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് ബ്ലോക്ക്ഡ് ആണ് നിങ്ങളുടെ ജ്ഞാനക്കണ്ണ്. അതാണ് ഇത് തേർഡ് ഐ ചക്ര ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞത്, ക്ലെൻസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളുടെ റീഡിങ് കേട്ടോ. അപ്പം നമുക്ക് ഓറക്കൽ മെസ്സേജ് ചോദിക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ. എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. ഇവിടെയും ഡിവൈൻ ഗൈഡൻസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് സൈനുകളും എന്ന് വെച്ചാൽ സൈൻ എന്ന് പറയാം, സൈൻ ബോർഡ് പോലെ, അതും നിങ്ങൾക്ക് ലൈറ്റും പിന്നെ നിങ്ങളുടെ തോന്നലുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിലും ഡിവൈൻ ഗൈഡൻസ് കിട്ടാൻ വഴിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി മനസ്സ് ട്യൂൺ ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജി 7 of Wands ആണ്. ഇവിടെ ഒരാൾ മറ്റേ ആളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന പോലെ റിലേഷൻഷിപ്പിന്, മനസ്സിലായോ? അപ്പോൾ ആഗ്രഹത്തിനെതിരായിട്ട് ആരോ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. ഒരാളുടെ ആഗ്രഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം? അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റേ ആളോട് കുറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ പേഴ്സണെയും ഡിഫെൻഡ് ചെയ്യുന്നു മറ്റുള്ളവരിൽ നിന്ന്. അതും ഉണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഹൈ പ്രീസ്റ്റസും എംപററുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, ഇൻറ്റ്യൂഷൻ, 6th സെൻസ്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്രവർത്തിയാണ്. ചക്രവർത്തി പ്രജകളുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചക്രവർത്തിയാണ്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാളായിരിക്കാം, മക്കളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? അപ്പോൾ അവരുടെ വീട്ടുകാരാണോ, ഈ പേഴ്സൻ്റെ വീട്ടുകാരാണോ നിങ്ങളെ എതിർക്കുന്നത്? നിങ്ങളെ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഏരീസ്, വെർഗോ, പൈസീസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഇത്രയും സോഡിയക് സൈനാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം.
എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്? അതാണ് നമ്മളുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ? കാർഡ്സ് ഒക്കെ റിവേഴ്സ് കാണുന്നുണ്ട്. കുറേ കാർഡ്സ് ഉൾപ്പെടായിട്ടാണ്, കുറേ കാർഡ്സ് റിവേഴ്സ്. ഇതിനകത്തും ഉണ്ടാവും റിവേഴ്സ്, പക്ഷെ അത് എടുക്കാൻ നോക്കാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോൾ ഇവിടെ കണ്ടു, പിന്നെ റിവേഴ്സ് ഒന്നുണ്ടോ? 2 കാർഡ് റിവേഴ്സാണ്. ഒരു ടവർ മൊമെൻറ്റിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുന്നു, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഒരാൾ ഭയങ്കര മെച്യൂർഡായ ഒരാളായിരിക്കും, മറ്റേ ആൾ അത്ര മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നില്ലേ, ഒരു രണ്ടാനമ്മ ഒരു കുഞ്ഞിനെ കൊന്നു ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വിവാഹം കഴിച്ചാൽ നമ്മളൊരാളോട് റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ അയാൾക്ക് ഓൾറെഡി സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ആദ്യത്തെ വിവാഹത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മെച്യൂർഡായിരിക്കണം. അപ്പം നമ്മളുടെ സ്വന്തമാണ്, നമ്മളുടെ മക്കളുടെ, എൻ്റെ മക്കളുടെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ എനിക്ക് സ്ത്രീയിൽ നിന്ന് പുതിയ കുട്ടികളുണ്ടാവണം, അവരുടെ നേരത്തെ ഉള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ല, എനിക്ക് അവരെ വേണ്ട, അതുകൊണ്ട് ഞാൻ ഈ പേഴ്സണെ മുറുക്കെ പിടിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നമുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണ് ഓൾറെഡി ഉള്ള ഫാമിലിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ നോക്കുന്ന പോലെ. അത് ഈ പേഴ്സൺ അതാണ് പറയുന്നത് ഇവിടെ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു സൗഹാർദ്ദപരമായിട്ട്, അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ദോഷമില്ലാത്ത തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനല്ല നിങ്ങൾ നോക്കുന്നത്. മറ്റുള്ളവരെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് ഈ പേഴ്സൺ എൻ്റെ സ്വന്തമാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതൊരു ടവർ മൊമെൻറ്റിലേക്ക്, അതൊരു അത്യാഹിതത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കേട്ടോ. ഇവിടെ സ്കോർപിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഈ പേഴ്സൻ്റെ ഫീലിങ്സ്. ഇത് ഒരു തമാശയ്ക്ക് തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. പിന്നെ നിങ്ങൾ ഈ പേഴ്സൻ്റെ പണം കണ്ടിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ സ്വാർത്ഥതയുള്ളത് കൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് പുതിയ ആൾക്കാരായിട്ടല്ല ഷെയർ ചെയ്യുന്നത്, ഈ പേഴ്സൺ ഓൾറെഡി ഉള്ള ഫാമിലിയുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം. ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഓൾറെഡി കുട്ടിയുള്ളതാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അവരിൽ നിന്ന് അത് നിങ്ങൾക്കൊരു തലവേദന, ഇഷ്ടംപോലെ സ്വത്തുള്ള ആളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ അവരുടെ സ്വത്ത് പകുതിയിലധികം അവർക്ക് പോകും, ആദ്യത്തെ ഉള്ള കുട്ടികൾക്ക്. അത് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് മുഴുവനും കൂടെ എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടേതാക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ പാസ്റ്റ് നേരത്തെയുള്ള റിലേഷൻഷിപ്പിലുള്ള കുട്ടികളെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ആ പേഴ്സൻ്റെ ചിന്ത ഇതാണ്, നിങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നേക്കുകയാണ് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും അകറ്റാൻ നോക്കുകയാണ് ഈ പേഴ്സണിൽ നിന്നും, നിങ്ങളിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവിടെ ഭയങ്കര ഇമ്പൾസീവായിട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് എപ്പോഴും പ്രശ്നത്തിലാണ്, എപ്പോഴും നിങ്ങൾ തമ്മിൽ അടിയുണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂർ ആണെന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രായമുള്ള ഒരാളായിരിക്കാം ഈ പേഴ്സൺ, സ്ത്രീ ആയാലും പുരുഷനായാലും കുറച്ച് പ്രായമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുറേ പൈസ ഉള്ളവരായിരിക്കാം. അപ്പോൾ ഇവർ മനസ്സ് മാറ്റുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇതെല്ലാം കൂടെ എനിക്ക് വന്നു ചേരണം, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് വന്നു ചേരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ കുട്ടികൾക്കൊന്നും പോകരുതെന്ന് നിങ്ങൾ എന്തിനാണ് വിചാരിക്കുന്നത്? ഇഷ്ടം പോലെ പണമുണ്ട് ഈ പേഴ്സൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, പക്ഷെ അത് മറച്ചു വെക്കുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സും ക്വീൻ ഓഫ് സ്വേർഡ്സും ഉണ്ട്. നിങ്ങൾ രണ്ടാം വിവാഹമായിരിക്കാം ഇത്.
മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിവാഹത്തിലുള്ളവരെല്ലാവരും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, രണ്ടുപേർക്കും പറ്റില്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ അതിനെ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം തുടങ്ങിയ വിവാഹത്തിൽ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്, നിങ്ങളുടെ വിവാഹത്തിൽ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം പോലും മാനിക്കുന്നില്ല. ആ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുന്നില്ല എന്താണെന്ന്. അപ്പോൾ അതിൻ്റെതൊരു നീരസവും ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളോട്, കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒട്ടും കഴിവില്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളായിരിക്കാം. അതുകൊണ്ടാണ് പണത്തിനോട് ഇത്രയും ഒരു അട്രാക്ഷൻ നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ സ്നേഹിച്ചിട്ടല്ല ഈ വിവാഹം നടന്നേക്കുന്നത്, പൈസ കണ്ടിട്ടാണ് വിവാഹം നടന്നേക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം കാണിക്കുന്നത്. ഈ വിവാഹം ശരിയായ വഴിക്കുമല്ല നടന്നേക്കുന്നത്. ഇത് കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ് ഈ വിവാഹം നടന്നേക്കുന്നത്. അപ്പോൾ ഒരാൾ ഹാപ്പി അല്ല വിവാഹം നടന്നതിൽ. ചിലപ്പോൾ ആദ്യത്തെ റിലേഷൻഷിപ്പിലുള്ള അവരോട് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കിയിട്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ വിവാഹം കഴിപ്പിച്ചതായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ട്രാപ്പിലാണ് ഈ പേഴ്സൺ പെട്ടേക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ സ്വാർത്ഥത കൊണ്ട് കണ്ടു കാണാതിരിക്കുകയാണ്. സീക്രറ്റ്സ്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, ഈ പേഴ്സൺ കുറേ ഫിനാൻഷ്യൽ ലോസ് ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ സീക്രട്ടായിട്ട് വെച്ചോണ്ട് നിങ്ങളൊരു ഇല്യൂഷണറി വേൾഡിലാണ്. നിങ്ങൾ ഈ പേഴ്സൺ വിചാരിച്ചത് നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് കയറിയെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സണ് ഇപ്പോൾ അറിയാം നിങ്ങൾ അതുകൊണ്ടല്ല പണം കണ്ടിട്ടാണെന്ന്. അപ്പോൾ ഈ പേഴ്സൺ അതിലൊത്തിരി ഒരു സങ്കടമുണ്ട്, മനസ്സിലായോ? മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ആ ഒരു സ്ട്രെസ്സ് ഈ പേഴ്സൺ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായ സ്ട്രെസ്സിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് അതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സീക്രട്ടായ കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കണമായിരുന്നു നിങ്ങൾ എന്നാണ് പേഴ്സൺ വിചാരിക്കുന്നത്. മനസ്സിലാവും? അതാണ് പേഴ്സൻ്റെ ആഗ്രഹം. നിങ്ങൾ ഈ പേഴ്സൻ്റെ സ്ട്രെസ്സ് കുറച്ച് കൊടുക്കണമെന്നാണ്. നിങ്ങളുടെ കൂടെ കൂടിയത് കൊണ്ട് ഈ പേഴ്സണ് ഭയങ്കര സ്ട്രെസ്സാണ്. മനസ്സിലായി? നിങ്ങൾ എന്താ പറയുക, കുറേ ദുരുദ്ദേശം കൊണ്ടിട്ടാണ് റിലേഷൻഷിപ്പിൽ കയറിയത്. അത് ഈ പേഴ്സണ് ഭയങ്കര വിഷമമാകുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കാമെന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ വെറും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പൈസയും, ജോലിയെടുക്കുന്ന പൈസ മുഴുവൻ നിങ്ങളുടെ അടുത്ത് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൻ്റെ വീട്ടിലേക്ക് ഒന്നും പോകരുത്, അല്ലെങ്കിൽ പേഴ്സൻ്റെ ആദ്യ വിവാഹത്തിലുള്ളവർക്കൊന്നും പോകരുത്, എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു തലവേദനയാണ്. അപ്പോൾ ശരിക്കും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പേഴ്സണ് പുറത്തേക്ക് പോകണമെന്നാണ്. മനസ്സിലായി? നിങ്ങൾ ഈ പേഴ്സണെ അതിനെ അനുവദിക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സഹകരണം ആദ്യമൊക്കെ നിങ്ങൾ കുട്ടിയെ നോക്കുന്നതായിട്ട് മക്കളോട് സ്നേഹമുള്ള പോലെയൊക്കെ അഭിനയിച്ചതാണ്. അത് ഈ പേഴ്സണ് മനസ്സിലായില്ല. ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഈ പേഴ്സൺ വിചാരിച്ചു നിങ്ങൾ ശരിക്കും ഈ പേഴ്സണോട് ലവ് ആയിരുന്നു. ഈ പേഴ്സണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആദ്യമൊക്കെ നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം ഈ പേഴ്സൺ ശരിക്കും ആ ടൈമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് പതുക്കെ അതൊക്കെ കള്ളത്തരമായിരുന്നു ഈ പേഴ്സൺ, വെറുതെ അഭിനയമായിരുന്നു ഈ പേഴ്സണ് മനസ്സിലാവുന്നത്. അപ്പോൾ പൈസയുടെ കാര്യത്തിനാണ് മെയിനായിട്ട് നിങ്ങൾ തമ്മിൽ, പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെതിരാണ് നിങ്ങൾ. മനസ്സിലായി? എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇനി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഇൻവെസ്റ്റ് ചെയ്ത് കാര്യമില്ല. മുമ്പോട്ട് പോകുന്നതോറും വഴക്കുകൾ കൂടുമെന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ എന്താ നടക്കുന്നതെന്ന്? നിങ്ങൾ ഈ പേഴ്സണെ മുറുക്കെ പിടിച്ചേക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹമല്ല, നിങ്ങളും സ്ട്രഗിൾ ചെയ്യാണ്. സ്നേഹമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നതാണ്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, നിങ്ങളിവിടെ ഹാപ്പി ആവില്ല എന്നാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾ ഈ പേഴ്സണെ പോകാൻ അനുവദിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഈ പേഴ്സൺ പോകാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പേഴ്സണും അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
മനസ്സിലായി? ഇവിടെ കടുംപിടുത്തം പിടിച്ച് നിൽക്കുകയാണ്. അത് പാടില്ല. നിങ്ങൾ പോകണം പുറത്തേക്ക്. നിങ്ങൾ വെറും ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടുത്തെ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്നാണ്. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ മരിക്കാൻ കാത്തിരിക്കുകയായിരിക്കും സ്വത്തുക്കളുടെ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ശാഠ്യം പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകില്ല, എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ പേഴ്സണൽ എനർജി ആവാം. ആരുടെ എനർജിയാണെന്ന് വെച്ചാൽ എടുക്കുക. ഇതാണ് ലാസ്റ്റ് റീഡിംഗ്. സോഡിയാക് സൈൻ ക്യാൻസർ, ജെമിനായി, ക്യാൻസർ, പൈസസും വരുന്നത്. ക്യാൻസർ, പൈസസ്, ടോറസ്. സോഡിയാക് സൈൻസ് സ്ട്രോങ് ആയിട്ടുള്ളത് വളരെ കുറച്ചാണ് ഇവിടെ റീഡിങ്ങിൽ കണ്ടത്. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, പിന്നെ ഏരീസ്, വെർഗോ, പൈസീസ്. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ നിമിഷം വരെ എൻ്റെ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ അനുഗ്രഹിച്ച് തരാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഹോളിഡേയ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ വെള്ളം അകത്തിരുന്ന് വെള്ളത്തിൽ പോയി വീഴാൻ ഇടവരരുത്. GPS ഒന്നും ഇടാതെ വഴി കണ്ട് പോവുക. അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.